ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആനമല വീട് തിരുവല്ലാമലയിലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം. തിരുവല്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം. വിവാഹം, പിറന്നാൾ ആഘോഷം, കമ്പനി മീറ്റിംഗുകൾ, പരിശീലനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ, പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു. 10 മുതൽ 12 പേർക്ക് വരെ താമസിക്കാനുള്ള AC മുറികൾ, വീട്ടിലെ ഭക്ഷണം, കാർ പാർക്കിംഗ് സൗകര്യം, ചെറിയ ചടങ്ങുകൾക്കുള്ള ഹാൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട്, ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവല്ലാമല. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം 3 തലമുറകളുടെ സേവന പാരമ്പര്യവുമായി 77 വർഷം പിന്നിടുന്നു. കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു. ഡോർ ലോക്സിന് പുറമെ 20 കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗാർഹിക, വ്യവസായിക, കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹോസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടും കൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് 30 മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് ആൻഡ് പൈപ്സ്, ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ്, കൊളപ്പുള്ളി, ഷൊർണൂർ. പഞ്ചായത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അംഗനവാടിയുടെ പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ പഞ്ചായത്തിലെ 21 അംഗനവാടികൾക്കും സ്വന്തമായ കെട്ടിടം എന്ന പദവി നിലവിൽ വരുമെന്നും മറ്റ് പഞ്ചായത്തുകളുടെ ചുമതല കൂടി വഹിക്കുന്നതുകൊണ്ട് പദ്ധതി പ്രവർത്തനം നടപ്പിലാക്കുന്നുണ്ടെങ്കിലും പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ICDS സൂപ്പർവൈസർ M. നസീമ പറഞ്ഞു. മേഡത്തിനെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ തന്നെ ഒരു 3 പഞ്ചായത്തിൻ്റെ ചാർജുള്ള വ്യക്തിയാണ്. അതായത് ഒരു അംഗൻവാടി സൂപ്പർവൈസറെ സംബന്ധിച്ചിടത്തോളം ഒരു പഞ്ചായത്തിലെ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് നടപ്പാക്കാനുള്ള സമയമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം. കാരണം വിവിധ വകുപ്പുകളുടെ ഒരുപാട് ചുമതലകൾ ഇപ്പോൾ ICDS വഴിയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 3 പഞ്ചായത്തും കൂടി കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആദ്യം ഒന്നറിയാൻ. അതായത് ഒരു ICDS സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പഞ്ചായത്തിൻ്റെ തന്നെ വർക്കുകൾ നമുക്ക് കൂടുതലാണ്. അതിൽ കൂടെ നമുക്ക് 2 പഞ്ചായത്തിൻ്റെയും കൂടെ ചാർജ് എടുക്കുമ്പോൾ നമുക്കത് ഓടിച്ച് പിടിച്ചത് പദ്ധതികളുടെ പൂർത്തീകരണം നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കിപ്പോൾ നടക്കുന്നുള്ളൂ. അതും അതിൻ്റേതായ ലക്ഷ്യത്തോടു കൂടി നമുക്ക് എന്താണോ ഇതിൻ്റെ ലക്ഷ്യം അത് നമുക്കതിൻ്റെ ഫീഡ്ബാക്കൊക്കെ മനസ്സിലാക്കി ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പല സൂപ്പർവൈസറും കാണാറുണ്ട്. ആ കാണാറുള്ള സമയത്ത് ഒരു സാധാരണ ബാഗും ഒന്നിൽ ഒരു കയ്യിൽ ലാപ്ടോപ്പും ഉണ്ടാവും. അങ്ങനെയുള്ള സൂപ്പർവൈസർമാരാണ് പൊതുവേ കാണാറുള്ളത്. കൂടെ ഒരു ബിഗ് ഷോപ്പറും നിറയെ നമുക്ക് നമ്മുടെ ഫയലുകൾ നമ്മുടെ കയ്യിലുണ്ടാവും. കാരണം അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് ICDS ഓഫീസിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ പഞ്ചായത്തിൻ്റെ പദ്ധതികളുടെ രേഖകളും നമുക്കവിടെ ഓഫീസിൽ പിന്നെ പഞ്ചായത്തിൻ്റെ ഓഫീസിലും സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ പഞ്ചായത്തിലിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ICDS ഓഫീസിൻ്റെ എന്തെങ്കിലും രേഖകൾ ആവശ്യപ്പെടുക. അതുപോലെ നമ്മൾ ICDS ഓഫീസിലിരിക്കുന്ന സമയത്തായിരിക്കും പഞ്ചായത്തിൻ്റെ രേഖകൾ പെട്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കതെല്ലാം ചെയ്യണമെങ്കിൽ നമ്മുടെ ഫയലുകൾ കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് കൂടെ കൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. കേരളശ്ശേരി കൂടെ ഒന്ന് സഞ്ചരിച്ചതിന് ശേഷം നമുക്ക് പൊതുവേലേക്ക് പോവാം. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ എത്രത്തോളം അംഗൻവാടികൾ? 21 അംഗൻവാടികളുണ്ട്. മറ്റൊരു പ്രത്യേകത അറിഞ്ഞത് ഈ 21 അംഗൻവാടികൾക്കും സ്വന്തമായ കെട്ടിടമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് കേരളശ്ശേരി. 21 അംഗൻവാടികളിൽ ഒരെണ്ണം ഒരു സ്കൂളിലാണ് പ്രവർത്തിക്കുന്നത്, വാടകയില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ബാക്കി 20 എണ്ണത്തിനും സ്വന്തം കെട്ടിടമുണ്ട്. സ്മാർട്ട് അംഗൻവാടികളുടെ എത്ര ഉണ്ട്? സ്മാർട്ട് അംഗൻവാടികൾ ഇപ്പം നിലവിൽ ഒരെണ്ണം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ആ ഒരു കെട്ടിടം ഇപ്പോൾ വാടകയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്.
ഇംഗ്ലീഷ് മീഡിയത്തിൽ കുട്ടികളെ പഠിപ്പിക്കുക എന്ന കാഴ്ചപ്പാടാണ് അംഗൻവാടികളിൽ കുട്ടികൾ കുറയാൻ കാരണം. പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന 21 അംഗൻവാടികൾക്കും അടിസ്ഥാന സൗകര്യമൊരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് ആയിട്ടുണ്ട്. അംഗൻവാടികളിൽ കുട്ടികളുടെ ഒരു പ്രാതിനിധ്യം വളരെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പല അംഗൻവാടികളിലും നല്ല സൂപ്പർ കെട്ടിടങ്ങളുള്ള പല പഞ്ചായത്തുകളുണ്ട്. പക്ഷേ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 1, 2 അല്ലെങ്കിൽ 4 ചുരുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അംഗൻവാടികൾ കിട്ടുന്ന ഒരുപാട് സേവനങ്ങൾ ഇന്ന് അംഗൻവാടികൾ എന്ന് പറഞ്ഞാൽ പോഷകാഹാരങ്ങളുടെയും അല്ലെങ്കിൽ അറിവുകളുടെയും കലകളുടെയും എല്ലാം ഒരു മാനസിക വളർച്ചയ്ക്ക് ഒരു കുട്ടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ പോലും അംഗൻവാടികളിലെ കുട്ടികളുടെ പ്രാതിനിധ്യം കുറയുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ ഒരു മേഖലയിലേക്ക് നയിക്കാനുള്ള കാരണം എന്തായിരിക്കണം? അത് ഒന്നാമതായിട്ട് നമ്മുടെ കുട്ടികളെ സമൂഹത്തിലെ ജനങ്ങൾക്ക് അവർക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ കാഴ്ചപ്പാട്. പിന്നെ അവർക്ക് വീടുകളിൽ നിന്നും ഇപ്പം വാഹന സൗകര്യം ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. പിന്നെ അംഗൻവാടി വർക്കേഴ്സിന് ജോലി ഭാരം കൂടുതലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അറിയാമല്ലോ, നമുക്ക് വിവിധ വകുപ്പുകളുമായി ഏകോപിച്ചുകൊണ്ട് വേണം നമ്മുടെ ഈ അംഗൻവാടി പ്രവർത്തിക്കുന്നത്. അപ്പം ടീച്ചേഴ്സ് അതിൻ്റേതായ ട്രെയിനിങ്ങുകളും പലവിധ ജോലികളുമായിട്ട് അവർ അംഗൻവാടികളിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഇപ്പോൾ നമ്മൾ 21 അംഗൻവാടികളിൽ സ്കൂൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന അംഗൻവാടികളിൽ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലേ? നമുക്കൊരു അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. അത് ഏറെക്കുറെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി അതിനെല്ലാം മുൻകൈ എടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. ICDS എന്ന് പറയുമ്പോൾ അംഗനവാടി കുട്ടികൾക്കും വേണ്ടി മാത്രമായി നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ലെന്നും വിവിധ വകുപ്പുകളുടെ ഏകോപനം സേവനങ്ങളും അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്നതോടെ ആബാലവൃദ്ധ ജനങ്ങൾക്കും സേവനം ലഭിക്കുന്നുണ്ടെന്നും നസീമ പറഞ്ഞു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ICDS സൂപ്പർവൈസർ എന്ന് പറയുമ്പോൾ പൊതുവെ ഒരാൾക്ക് പുറമെ സാധാരണ ഇതിൽ അറിയപ്പെടാത്ത ഒരാൾക്ക് ICDS സൂപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ്, അംഗൻവാടികളുടെ ഒരു മേധാവി എന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് മാത്രമേ നമ്മൾ കണക്കാക്കുന്നുള്ളൂ. പക്ഷേ ICDS സൂപ്പർവൈസർ എന്താണെന്ന് പഠിക്കുമ്പോഴാണ് എന്താണ് ICDSൻ്റെ ചുമതലകൾ എന്ന ഒരു വകുപ്പുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഓരോ വകുപ്പും കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ, വൃദ്ധർക്ക് വേണ്ട കാര്യങ്ങളുണ്ട്, കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളുണ്ട്, യുവതികൾക്ക് വേണ്ട കാര്യങ്ങളുണ്ട്, ഗർഭിണികൾക്ക് വേണ്ട കാര്യങ്ങളുണ്ട്. അത് ഓരോ പദ്ധതികളായിട്ടൊന്ന് വിവരിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് ICDS സൂപ്പർവൈസർ ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നത് എന്നറിയാൻ വേണ്ടി. അതായത് ICDS സൂപ്പർവൈസറുടെ ചുമതലകളിൽ പെട്ടിട്ടുള്ള കാര്യമാണ് ഒന്ന് നമ്മുടെ അംഗൻവാടി സന്ദർശനം. അപ്പം നമുക്കതിൽ കൃത്യമായി അംഗൻവാടികൾ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ മോണിറ്ററിങ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ അവിടേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് എത്തിക്കുന്നതോടൊപ്പം അവയുടെ നമ്മുടെ പഞ്ചായത്തുമായിട്ടാണല്ലോ അതിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കൈകാര്യം ചെയ്യേണ്ടത്, ബില്ലുകൾ മാറുന്നതുമെല്ലാം നമ്മൾ ICDS സൂപ്പർവൈസർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ മറ്റു ഇവർക്ക് ടീച്ചേഴ്സിൻ്റെ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്യുന്നത്, അവർക്ക് പലതരം പരിശീലനങ്ങൾ നൽകുന്നത്, എല്ലാ നമുക്ക് മുകളിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഉത്തരവുകളും
അതുപോലെ നമ്മുടെ താഴെത്തട്ടിലേക്ക് നമുക്ക് അവർക്കത് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുക, അത് നടപ്പിലാക്കുക എന്നുള്ളതും ഒരു നമ്മുടെ ചുമതലയിൽപ്പെട്ടതാണ്. പിന്നെ കൂടാതെ ഓരോ പഞ്ചായത്തും വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് അനുപൂരക പോഷകാഹാരം. അപ്പോൾ കൂടാതെ നമുക്ക് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നുണ്ട്. അതിൽ നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ കുട്ടികൾക്കും, ഭിന്നശേഷിക്കാരായ സ്കൂളിൽ പോകുന്ന മുഴുവൻ കുട്ടികൾക്കും നമ്മൾ ബ്ലോക്ക്, ജില്ല, പഞ്ചായത്തിൻ്റെ ഫണ്ട് കൂടെ വകയിരുത്തിക്കൊണ്ട് നമ്മൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അവരുടെ വൈകല്യത്തിനനുസരിച്ചുള്ള മുഴുവൻ തുകയും നൽകുന്നുണ്ട്. അതും ICD സൂപ്പർവൈസറുടെ നേരിട്ട് ചെയ്യുന്ന പദ്ധതിയാണ്. പിന്നെ നമ്മൾ അതുകൂടാതെ സ്ത്രീകളുടെ ജാഗ്രതാ സമിതി പ്രവർത്തിക്കുന്നുണ്ട്. വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും വാർഡ് തല ജാഗ്രതാ സമിതികളുണ്ട്. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ്. അപ്പോൾ ആ സമിതിയുടെ മേൽനോട്ടവും അതിൽ വരുന്ന പരാതികൾ, പ്രശ്നങ്ങൾ എല്ലാം പരിഹരിക്കേണ്ടതും അതിനെല്ലാം ചുമതല നോക്കുന്നതും ആ പദ്ധതി നടപ്പിലാക്കുന്നതും ICD സൂപ്പർവൈസറാണ്. പിന്നെ നമ്മുടെ ഏരിയയിലുള്ള വിവാഹത്തിന് മുമ്പ് പ്രീ മാരേജ് കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അത്തരം ആളുകളെ, വിവാഹിതരാകാൻ പോകുന്ന ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട കൗൺസിലിംഗ് നടത്താറുണ്ട്. അതുകൂടാതെ നമ്മുടെ അതുകൂടാതെ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മെഡിക്കൽ ക്യാമ്പ്, നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ സഹായത്തോടു കൂടി മെഡിക്കൽ ക്യാമ്പ് നടത്തി അതിൽ അവർക്ക് അനുയോജ്യമായ ഉപകരണങ്ങൾ ഏതാണെന്ന് പിന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അത് വിതരണം ചെയ്യുന്നതും ICD സൂപ്പർവൈസർ മുഖാന്തരം ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കലാകായികമേള, ഭിന്നശേഷിക്കാരുടെ കലാകായികമേള സംഘടിപ്പിക്കാറുണ്ട്. അത് നമുക്ക് നടത്തിപ്പിൻ്റെ എല്ലാവരും, നമുക്ക് ഭരണസമിതിയും നമ്മുടെ വർക്കേഴ്സും എല്ലാവരും നമ്മളെ ഈ പരിപാടിയിൽ സഹായിക്കാറുണ്ട്. എന്നിരുന്നാലും നമുക്ക് അവയെല്ലാം ഈ ഇത്തരം ആളുകളെയൊക്കെ കൂട്ടി യോജിപ്പിച്ച അത്തരം ഒരു പ്രോഗ്രാമും നമ്മൾ അവരുടെ മാനസികോല്ലാസത്തിന് വേണ്ടി നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ, പിന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കുള്ള പ്രത്യേക പരിശീലനങ്ങൾ, ഗർഭിണിയായ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ, ഇതൊക്കെ വൃദ്ധജന പരിപാലനം, ബാലസഭ, അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ അംഗൻവാടി വഴി ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കും. അത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് PMMVY, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അപ്പോൾ അതിൽ നമ്മുടെ ഏരിയയിലുള്ള ഗർഭിണികളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കേണ്ടതും നമ്മുടെ വർക്കേഴ്സ് മുഖാന്തരമാണ് അത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അത് നമ്മുടെ വെരിഫൈ ചെയ്യേണ്ടതും നമ്മളത് പിന്നെ അതിൻ്റെ രേഖകൾ സൂക്ഷിക്കേണ്ടതൊക്കെ ICD സൂപ്പർവൈസർ തന്നെയാണ്. സാമൂഹ്യക്ഷേമ വകുപ്പും ശിശുക്ഷേമ വകുപ്പും ഒരുമിച്ചാക്കിയതോടെ പല പദ്ധതികൾക്ക് വേണ്ടി അംഗൻവാടി ടീച്ചർമാരുടെ ജോലിഭാരം വർദ്ധിച്ചതായും സൂപ്പർവൈസർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വനിതാ ശിശുക്ഷേമ വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ഇപ്പോൾ ICDSൻ്റെ കീഴിലായി. പല സൂപ്പർവൈസർമാരും നമ്മൾ മുമ്പേ ഒരു ഇൻ്റർവ്യൂ ചെയ്ത സമയങ്ങളിലെല്ലാം ഇത് പ്രത്യേകം ഇംപ്ലിമെൻ്റ് ഓഫീസർമാരെ തിരിച്ചാൽ കുറേ കൂടി ജോലിഭാരം ഒഴിവാകും എന്നൊരു അഭിപ്രായം പറയണ്ടായി. എന്താണ് മാഡത്തിൻ്റെ അഭിപ്രായം? അത് ശരിയാണ്.
കാരണം നേരത്തെ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിലായിരുന്നു ഈ എല്ലാം ഒരുമിച്ചായിരുന്നു നടപ്പിലാക്കിയിരുന്നത്. അപ്പോൾ ഇത് വിഭജിച്ചിട്ട് ഇപ്പോൾ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലാണ് ICDS, സാമൂഹ്യ നീതി വകുപ്പ് എന്നുള്ള അതിൻ്റെ കീഴിലാണ് ഭിന്നശേഷിക്കാരുടെ സ്കോളർഷിപ്പ്, ഭിന്നശേഷിക്കാർ വയോജനങ്ങളെല്ലാം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലാണ് വരുന്നത്. പക്ഷേ താഴെ തട്ടിലെത്തുമ്പോഴേക്കും നമുക്ക് ഈ സാമൂഹ്യനീതിൻ്റെ വകുപ്പിൻ്റെ ജോലികളും ICDS സൂപ്പർവൈസറിലൂടെയാണ് നടപ്പിലാക്കുന്നത്. അപ്പം തന്നെ ഈ അംഗൻവാടി ടീച്ചർമാരുടെ വർക്ക് ലോഡും കൂടുകയല്ലേ? ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡും കൂടുകയാണ്. ഇത്രയും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വേറെയുണ്ട്. ഒപ്പം ഈ ഡിപ്പാർട്ട്മെൻറ്റ് വകുപ്പുകളുടെ ചുമതലപ്പെട്ട കാര്യങ്ങൾ കൂടി അവർക്കും സമയം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതായത് അവർക്ക് ഇപ്പോൾ NNM നാഷണൽ ന്യൂട്രീഷൻ മിഷൻ്റെ കീഴിലിപ്പോൾ ഒരു പോഷൻ ട്രാക്കർ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. എല്ലാവർക്കും ഫോണിലാണ് അവരെല്ലാം അവരുടെ രജിസ്റ്ററുകൾ മാനുവലായിട്ട് സൂക്ഷിക്കുന്നതോടൊപ്പം ഫോണിലും അവർക്ക് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം യഥാസമയം കൃത്യതയോടുകൂടി ചെയ്യേണ്ട ഒരു വർക്ക് കൂടി വന്നിട്ടുണ്ട്. കൂടാതെ PMMVY ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ, കൂടാതെ CB സാമൂഹിക അധിഷ്ഠിത പരിപാടികളാണ്. അതായത് പ്രഗ്നൻ്റ്, ലാക്ടേറ്റിംഗ്, അതുപോലെ അഡോൾസെൻ്റ് ഗേൾസിന് കുട്ടികൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളും എല്ലാം സംഘടിപ്പിക്കേണ്ടതും അംഗൻവാടി വർക്കേഴ്സ് തന്നെയാണ്. വിവിധ മേഖലയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. കുട്ടികളായാലും വൃദ്ധജനങ്ങളായാലും ഗർഭിണികളായാലും അങ്ങനെ വിവിധ മേഖലകൾ സംസാരിച്ചു. ഇവർക്കുള്ള സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതേപോലെ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതൊക്കെ അർഹരുടെ കയ്യിലേക്ക് എത്തിക്കാൻ കാലതാമസം ഏറ്റെടുക്കാറുണ്ടോ, അല്ലെങ്കിൽ അത്തരം ആളുകളെ കണ്ടെത്താൻ ഈ ജോലിഭാരം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നമുക്ക് ഭിന്നശേഷിക്കാരായ ആളുകളെ അങ്ങനെ വരുന്നത് നമുക്ക് ഒരു പഞ്ചായത്തിൻ്റെ ചാർജിൽ പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻറ്റിങ്ങുമായിട്ട് മാത്രം ഇരിക്കുകയാണെങ്കിൽ നമുക്കതിന് ബുദ്ധിമുട്ട് വരുന്നില്ല. പക്ഷേ 2-3 പഞ്ചായത്തിൻ്റെയൊക്കെ ചാർജ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിലപ്പം സാധ്യതയുണ്ട്. നമുക്ക് പറഞ്ഞ ടൈമിന് നമുക്ക് ജാഗ്രതാ സമിതിയിൽ വരുന്ന പരാതികൾ എടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഇപ്പോൾ സ്കോളർഷിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു മെയ് മുതലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു പഞ്ചായത്തിൻ്റേതാകുമ്പോൾ. അപ്പോൾ നമുക്ക് 2-3 പഞ്ചായത്തിൻ്റെ ചാർജ് വരുന്ന സമയത്ത് നമുക്കത് ഇപ്പോൾ ലാസ്റ്റ് ഡിസംബർ ജനുവരിയോടുകൂടിയാണ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ വയോജനങ്ങളുടെ കട്ടിൽ എന്നൊരു പ്രോജക്റ്റ് ഉണ്ട്. അതും ICDS സൂപ്പർവൈസറാണ്, ജനറൽ കട്ടിൽ ICDS സൂപ്പർവൈസറാണ് ചെയ്യുന്നത്. അതും വലിയ ഒരു ബാധ്യത തന്നെയാണ്. ലിസ്റ്റ് ഗുണഭോക്തൃ ലിസ്റ്റ് നമുക്ക് അംഗീകരിച്ച് തരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപാകതകൾ പരിഹരിച്ച് നമുക്ക് അവരുടെ രേഖകളെല്ലാം കളക്ട് ചെയ്ത് നമുക്കത് കൊടുക്കുന്നത് വലിയൊരു ജോലി ഭാരം തന്നെയാണ്. പഞ്ചായത്തുകളിൽ നമുക്ക് നമ്മുടെ വർക്കുകൾ ഒന്ന് സുഗമമായി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ നിന്നും ഒരു പഞ്ചായത്തിലേക്ക് അടുത്തൊരു പഞ്ചായത്ത് കൂടെ ചാർജ് ഇരിക്കുമ്പോൾ അവരുടെ പിന്തുണയും അവിടുത്തെ സ്റ്റാഫുകളുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അവിടുത്തെ പദ്ധതികളൊക്കെ നമുക്ക് സുഗമമായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരം സാഹചര്യം എല്ലാ പഞ്ചായത്തുകളിലും ഈ അഡീഷണൽ ചാർജ് വരുന്ന ആളുകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല പഞ്ചായത്തിലും അത് കിട്ടുന്നില്ല എന്ന ഒരു അർത്ഥം കൂടി വരുന്നുണ്ട്. പല പഞ്ചായത്തിലെയും സൂപ്പർവൈസേഴ്സിന് അത്തരം ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു പഞ്ചായത്തിൻ്റെ ചുമതല ഇരിക്കുമ്പോൾ മറ്റു പഞ്ചായത്തിൻ്റെ ചുമതല എടുത്താലും അത് പഞ്ചായത്തിൻ്റേതായ കുറ്റമല്ല എന്നാണ് കാണുന്നത്. അത് ശരിക്കും വരുന്നത് നമ്മളെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ജോലി ചെയ്യേണ്ട ആളുകളാണ് എന്നുള്ള ആ ഒരു സമീപനം വരുന്ന സാഹചര്യം ചില പഞ്ചായത്തുകളിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം പഞ്ചായത്ത് അങ്ങനെ അല്ലാതെ ഒരു നല്ല സമീപനത്തോടു കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പദ്ധതികൾ ഏറെക്കുറെ സുഗമമായിട്ട് നടപ്പിലാക്കാൻ കഴിയും.
ICDSലൂടെ മാനസിക വളർച്ചയ്ക്കും ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമായ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. സ്കൂൾ പഠനത്തിനു മുൻപുള്ള ഒരു മുന്നൊരുക്കമാണ് അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്നതെന്നും അമ്മമാർക്കും കൗമാരക്കാർക്കും വൃദ്ധജനങ്ങളുടെ പരിപാലനവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗനവാടികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും കുട്ടികളുടെ വൈകല്യക്കുറവ് പരിഹരിക്കാൻ പോഷകാഹാരവും അംഗനവാടികളിലൂടെ നടപ്പിലാക്കുന്നുണ്ടെന്നും കൂടുതൽ കുട്ടികൾ അംഗനവാടികളിൽ എത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കണമെന്നും നസീമ കൂട്ടിച്ചേർത്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ICDS ഉൾപ്പെടെയുള്ള ഒരു വകുപ്പ് വരുന്ന കമ്മിറ്റിയാണല്ലോ. അപ്പോൾ ആദ്യത്തോട് സംസാരിച്ചപ്പോൾ നമുക്ക് ഇവിടെ പൊതുവെ അംഗൻവാടികളിൽ വലിയ പ്രശ്നങ്ങളില്ല, കുട്ടികളുടെ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. എന്തായാലും താങ്കൾ ഒരു 3 പഞ്ചായത്തിൻ്റെ ചാർജുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പല അംഗൻവാടികളിലും കുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവാണ്. നല്ല സൗകര്യങ്ങൾ, വ്യക്തമായ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്, ഭക്ഷണങ്ങൾ റെഡിയാണ്, അവരുടെ മാനസികാവസ്ഥയ്ക്കുള്ള എല്ലാ ആവശ്യങ്ങളും നടപ്പാക്കുമ്പോഴും പല അംഗൻവാടികളിലും കുട്ടികളുടെ എണ്ണം താരതമ്യേന കുറവാണ്. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ രക്ഷിതാക്കളോട്, അതിപ്പോൾ ഈ കേരളശ്ശേരി പഞ്ചായത്തിലെ 100% റെഡിയാണെങ്കിൽ കേരളശ്ശേരി പഞ്ചായത്തിലെ ആളുകളോടല്ല, കൃത്യമായിട്ട് അംഗൻവാടിയിൽ കുട്ടികളെ എത്തിക്കാത്ത രക്ഷിതാക്കളോട് എന്താണ് പറയുക? അംഗൻവാടികളിൽ ചില സ്ഥലത്തെങ്കിലും നമുക്ക് ഏരിയയിൽ കുട്ടികളുടെ കുറവ് വരുന്നുണ്ട്. പഴയ കാലങ്ങളിലെ പോലെ കുട്ടികളുടെ എണ്ണം കൂടുതലില്ല. ചില സ്ഥലങ്ങളിൽ കുട്ടികൾ ധാരാളം ഉണ്ട്. എന്നിരുന്നാലും ഈ കുറച്ച് അംഗൻവാടികളിലെങ്കിലും നമ്മുടെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മുടെ ICDSലൂടെ നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ വികാസത്തിന് അടിത്തറ പാകുന്ന തരത്തിലുള്ള സംവിധാനങ്ങളാണ് അവിടെ നടപ്പിലാക്കുന്നത്. അപ്പം നമുക്ക് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ നമുക്ക് എഴുത്തും വായനയിലൂടെ അല്ലാതെ നമ്മുടെ കുട്ടികളുടെ കളികളിലൂടെയും പാട്ടുകളിലൂടെയും കാര്യങ്ങൾ കണ്ടും കേട്ടും മനസ്സിലാക്കി ഉള്ള പ്രവർത്തനങ്ങളാണ് അവിടെ തീമായിട്ട് തന്നെയാണ് നടപ്പിലാക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് കുട്ടികളോട് നമ്മുടെ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു മുന്നൊരുക്കം കൂടിയായിട്ടും നമുക്ക് കുട്ടികളെ വിടാൻ അംഗൻവാടികളിലൂടെ വിടുന്നത് നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹെൽത്ത് ചെക്കപ്പുകൾ, നമ്മുടെ അംഗൻവാടികളിൽ ഹെൽത്ത് ചെക്കപ്പുകൾ, അതുപോലെ അമ്മമാർക്കുള്ള നല്ല ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ മെഡിക്കൽ ക്യാമ്പുകൾ, ഇങ്ങനെയുള്ളവയെല്ലാം നമ്മുടെ അംഗൻവാടിയിലൂടെ നടപ്പിലാക്കുന്നത് കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുടെ ചെറുപ്പം മുതൽ തന്നെ കുഞ്ഞുങ്ങളിൽ എന്തെങ്കിലും വൈകല്യങ്ങളോ എന്തെങ്കിലും പോഷകാഹാരത്തിൻ്റെ പ്രശ്നങ്ങളോ അതെല്ലാം നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനും അതിൻ്റെ പിന്നെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുമൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിയും, അംഗൻവാടികളിലൂടെ കഴിയും. കൂടാതെ കുട്ടികൾക്ക് നല്ല പോഷകാഹാരമാണ് നമ്മൾ പഞ്ചായത്ത് പദ്ധതി വെച്ചിട്ട് നമ്മൾ അംഗൻവാടിയിലൂടെ നൽകുന്നത്. അതിൽ നമ്മുടെ ഗർഭിണികൾക്ക് പ്രസവിച്ച അമ്മമാർക്ക്, അതുപോലെ നമ്മുടെ 6 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക്, AG കുട്ടികൾക്ക്, കൗമാരക്കാരായ പെൺകുട്ടികൾക്ക് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, അങ്ങനെ അവർക്ക് പ്രത്യേകം ഭക്ഷണ സാധനങ്ങളാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അത് വിതരണം ചെയ്യുക മാത്രമല്ല, ആ കൊടുക്കുന്ന ആളുകളിൽ അതിൻ്റെ വ്യത്യാസം അതും കൂടെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അംഗൻവാടികളിൽ. പിന്നെ അഡോൾസെൻ്റ് ഗേൾസിന് നമ്മൾ പ്രത്യേകം അനീമിയ ക്യാമ്പയിനൊക്കെ നടത്തി അവരുടെ വിളർച്ച ചെറുപ്പത്തിൽ തന്നെ വിളർച്ചയെല്ലാം കണ്ടെത്തി അത് പരിഹരിക്കുന്നതിനുള്ള പോഷകാഹാരങ്ങളുടെ അത് നൽകുന്നതിൻ്റെ ലഭ്യതയും അതെങ്ങനെ കഴിക്കണം, എന്ത് ചെയ്യണം, അതിൻ്റെ പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചെല്ലാം നമുക്ക് അംഗൻവാടികളിലൂടെ നടപ്പിലാക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അറിയാൻ കഴിയും. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വന്നപ്പോൾ അംഗൻവാടിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കർ വിതരണം ഉണ്ടായിരുന്നു. എന്താണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കാലത്ത് നമ്മുടെ അന്തരീക്ഷത്തിൽ ധാരാളം കാർബൺ ഡയോക്സൈഡിൻ്റെ ആധിക്യം കാരണം താപനിലയിൽ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട്. ഓസോൺ പാളികളിൽ വിള്ളൽ, പിന്നെ ചൂട് കൂടുതൽ, മഴയുടെ കുറവ്, പിന്നെ ക്യാൻസർ പോലെയുള്ള ഒരു അസുഖങ്ങളുടെ കൂടുതലായി കാണുന്നു. അപ്പോൾ ഇവയെല്ലാം പരിഹരിക്കുന്നതിന് അംഗൻ ജ്യോതി എന്ന പേരിൽ ഒരു 85 അംഗൻവാടികളെ കേന്ദ്രീകരിച്ച് കാർബണിൻ്റെ ഉൽപ്പാദനം കുറച്ച്
എങ്ങനെ ആ ലക്ഷ്യത്തോടുകൂടി ഹരിതകർമ്മ മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു അംഗൻവാടിയാണ് കേരളശ്ശേരി പഞ്ചായത്ത്. ഒരു ചെറിയ പഞ്ചായത്തിനെ സെലക്ട് ചെയ്തതിൽ കേരളശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗ്യാസ് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ കാർബൺ പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിലൂടെ ഇലക്ട്രോണിക് സംവിധാനം ഉപയോഗിച്ചിട്ട് പാചകം ചെയ്യുമ്പോൾ അതാണ് ഈ കാർബൺ കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ കൊടുക്കണ്ടേ. ഇതിപ്പോൾ നമ്മുടെ സംസ്ഥാന തലത്തിൽ മൊത്തം നടപ്പാക്കാനുള്ള പദ്ധതിയാണോ അതോ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗൻവാടികളിൽ മാത്രമേ ഉള്ളൂ? തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളിൽ മാത്രമാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുന്നത്. അതിൽ നമ്മുടെ കേരളശ്ശേരി പഞ്ചായത്തും 21 അംഗൻവാടികളിലേക്കും ഇൻഡക്ഷൻ കുക്കർ നൽകിയിട്ടുണ്ട്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ആനമല വീട്. തിരുവില്ലാമലയിലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം. തിരുവില്ലാമലയിലും പരിസരത്തും എത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം. വിവാഹം, പിറന്നാൾ ആഘോഷം, കമ്പനി മീറ്റിംഗുകൾ, പരിശീലനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ, പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു. 10 മുതൽ 12 പേർക്ക് വരെ താമസിക്കാനുള്ള AC മുറികൾ, വീട്ടിലെ ഭക്ഷണം, കാർ പാർക്കിംഗ് സൗകര്യം, ചെറിയ ചടങ്ങുകൾക്കുള്ള ഹാൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട്. ആനമല ഹോം സ്റ്റേസ്, കാട്ടുകുളം, തിരുവില്ലാമല. ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം 3 തലമുറകളുടെ സേവന പാരമ്പര്യവുമായി 77 വർഷം പിന്നിടുന്നു. കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു. ഡോർ ലോക്സിന് പുറമെ 20 കൊല്ലത്തോളമായി ലാക്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗാർഹിക, വ്യാവസായിക, കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹോസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടും കൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത്. 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് 30 മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു. കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ്, കൊളപ്പുള്ളി, ഷൊർണൂർ.